നമസ്കാരം. ജയശങ്കർ വള്ളുവനാട് മാട്രിമോണിയൽ ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ബ്രൈഡ് വിനീത കൃഷ്ണകുമാർ എന്നാണ് കുട്ടിയുടെ പേര്. വിനീത കൃഷ്ണകുമാർ 33 വയസ്സ്, 5 അടി 4 ഇഞ്ച് ഹൈറ്റ്. പ്ലേസ് ഓഫ് ബർത്ത് വന്നിട്ട് മുംബൈ ആയിരുന്നു. ഇപ്പം തൃശ്ശൂരാണ് അവർ, ഹോം ടൗൺ തൃശ്ശൂരാണ് അവരുടെ. BSc ബയോടെക്നോളജി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഫാർമ മാനേജ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ്, അതാണ് അവരുടെ. കറൻ്റ്ലി വർക്കിംഗ് ആസ് എ സീനിയർ അക്കൗണ്ട്സ് മാനേജർ ഇൻ എ പ്രൈവറ്റ് ഫേം ഇൻ കാനഡ. PR സ്റ്റാറ്റസ് ഉള്ള ഒരു കുട്ടിയാണ്, കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ കൃഷ്ണകുമാർ സർവീസിൽ നിന്ന് റിട്ടയർ ആയിരിക്കുന്നു. അമ്മ കമല കൃഷ്ണകുമാർ, അവരും സർവീസിൽ നിന്ന് റിട്ടയർ ആയിരിക്കുന്നു. അവർ ഇപ്പോൾ ഹോം മേക്കറാണ്. ഒരു ബ്രദർ വിനോദ് കൃഷ്ണകുമാർ, അവർ മാരേജൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡാണ്. അവർ അയർലൻഡിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം. വിനീത കൃഷ്ണകുമാർ, പൂയം നക്ഷത്രം, 5'4" ഹൈറ്റ്, 5 അടി 4 ഇഞ്ച് ഹൈറ്റ്, ഹോം ടൗൺ തൃശ്ശൂർ, പ്ലേസ് ഓഫ് ബർത്ത് മുംബൈ, ജോബ് ലൊക്കേഷൻ കാനഡ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഫാർമ മാനേജ്മെൻറ്റ്. ഇതാണ് അവരുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. BSc ബയോടെക്നോളജിയാണ് ഗ്രാജുവേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിനീത കൃഷ്ണകുമാറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. വിനീത കൃഷ്ണകുമാറിന് 33 വയസ്സ്, അതായത് ഫെബ്രുവരി ആകുമ്പോഴേക്കും 34, ഫെബ്രുവരി കഴിയുമ്പോഴേക്കും 34 വയസ്സാകും ആ കുട്ടിക്ക്. ഇപ്പോൾ 33 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. പൂയം നക്ഷത്രം, 5 അടി 4 ഇഞ്ച്, BSc ബയോടെക്നോളജി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഫാർമ മാനേജ്മെൻറ്റ്, കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബ്രദർ, അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ് അയർലൻഡിൽ. ആൻഡ് അച്ഛൻ റിട്ടയർഡാണ്, സർവീസ് റിട്ടയർഡ് ആയിരിക്കുകയാണ്. അമ്മയും സർവീസിലായിരുന്നു, അവർ റിട്ടയർഡായി. അവരിപ്പോൾ ഹോം മേക്കറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിനീത കൃഷ്ണകുമാറിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ തന്നെ ഇതിൽ ഞാൻ ആവർത്തിക്കുകയാണ്. വിവാഹം നടക്കണം എന്ന് ഒരു തീരുമാനം കുട്ടികളും പാരൻസും കൂടി ആദ്യം എടുക്കണം. അല്ലാണ്ട് അച്ഛനമ്മമാരുടെ മാത്രം നിർബന്ധം കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു താല്പര്യവും ഉണ്ടാവില്ല. അപ്പോൾ അത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വിവാഹ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതാണ് വളരെ ഉത്തമം. അതേപോലെ ഇപ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരൻസ് എല്ലാം ജ്യോതിഷ പണ്ഡിതന്മാരായിട്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും ജ്യോതിഷം നന്നായിട്ട്, അരദോഷം, ഒരു ദോഷം, ഇത്ര നാൾ ചേരില്ല, എന്തൊക്കെയോ കുറേ പഠിച്ചു വെച്ചിട്ടുണ്ട്. 7 ചൊവ്വ, ഇതെല്ലാം പണിക്കർ പറയുന്നത് കേട്ട് പഠിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ തിരിച്ച് പല ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് മിനിമം ലെവലിലുള്ള നോളേജ് പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അവർ നമ്മളോട് പറയും, ഇതെല്ലാം പണിക്കർ പറയുന്നത് കേട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് അത്ര അറിയത്തില്ല. അപ്പോൾ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയോ കൂടുതൽ ഡിസ്കഷനിലേക്കോ പോകരുത്. കാരണം ഇത് നിങ്ങളുടെ സബ്ജക്റ്റ് അല്ല. നിങ്ങൾ ജോത്സ്യനെ കൊണ്ട് നോക്കൂ, പണിക്കരെ കൊണ്ട് നോക്കൂ, ചെയ്യിപ്പിക്കൂ. അതായിരിക്കും നന്നാവുക. അങ്ങനെ തന്നെ വേണം അത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്യൂ. കല്യാണങ്ങളെല്ലാം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ, ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ മംഗളമായിട്ട് തന്നെ നടക്കും.
നമ്മളുടെ അപ്രോച്ച് ഒന്ന് മാറണം. 5-6 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. എൻ്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റും. ആൾറെഡി വന്നിട്ടുള്ളവരച്ച വീണ്ടും വരേണ്ട ആവശ്യമില്ല. കാര്യം വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കഴിയാവുന്നത്ര നമ്മളുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ പറയാതിരിക്കുക. ഒരു ഡിസ്കഷൻ ടേബിളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്ന സമയത്ത് കുട്ടിയുടെ ജാതകത്തിനെ പറ്റി ഈ എന്തൊക്കെ ഒരു നെഗറ്റീവായിട്ട് വരുന്നോ അതൊന്നും നമ്മൾ പറയാതിരിക്കുക. അവർ നോക്കട്ടെ എന്ന്. എല്ലാവരും ജ്യോതിഷനെ കൊണ്ട് നോക്കിക്കുന്നു. പിന്നെ നമ്മൾ എന്തിനാണ് പറയുന്നത്? അവർ നോക്കട്ടെ. നിങ്ങൾ പറയൂ, ഞങ്ങൾ തലക്കുറി അയച്ചു തരാം, അല്ലെങ്കിൽ കുറിപ്പ് അയച്ചു തരാം, അല്ലെങ്കിൽ ഹോറോസ്കോപ്പ് അയച്ചു തരാം, നിങ്ങളത് നോക്കൂ, അത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന് പറയണം. അതായിരിക്കും ഒരു ഉത്തമമായിട്ടുള്ളൊരു അപ്രോച്ച്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കുട്ടികളുടെയും വിവാഹം എത്രയും പെട്ടെന്ന് മംഗളമായിട്ട് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, ഒറ്റപ്പാലം, വള്ളൂനാട് മാട്രിമോണിയൽ.